നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ കഥയില് രാജപ്പന്റെ അടുത്തേക്ക് പ്രകാശം വരുവാണ്. ആ സമയം രാജപ്പൻ ചോദിച്ചു, നീ ഇത് എങ്ങോട്ടാടാ വെച്ച് പിടിക്കണേന്ന് ചോദിച്ചു. ബൈക്കിലായിരുന്നു പ്രകാശം വന്നത്. അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു, അത് പിന്നെ എന്റെ മോനെടുത്തിട്ടുണ്ടല്ലോ വിക്രം, അവൻ പരോളിന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ, അപ്പൊ അവനെ കാണാനായിട്ടാണോ നീ പോകുന്നേ? അവനെ സ്നേഹിക്കാനാണോ എന്ന് ചോദിച്ചു. സ്നേഹിക്കാനൊന്നും അല്ല രാജപ്പണ്ണാന്ന് പറഞ്ഞു. അവൻ എവിടെയുണ്ടെന്ന് എനിക്കൊന്ന് അറിയണമെന്ന് പറഞ്ഞു. എടാ, അവൻ എത്ര ദുഷ്ടനാന്നുള്ള കാര്യം നിനക്കറിയാലോ. അവനെ കാണുവാണെങ്കിൽ നീ അവനെ കൂടെ കൊന്നു കളഞ്ഞേരാ. അത്ര നല്ലൊരു പുണ്യം നീ ചെയ്യാനുണ്ടായിരിക്കില്ല ഇനി വേറെ. നിന്റെ പെൺമക്കളെ കൊല്ലാൻ നടക്കുന്നവനല്ലേ അവന്. അല്ലെങ്കിലും ഇത്രയൊക്കെ ആയിട്ടും നീ അവനെ മനസ്സിലാക്കിയിട്ടില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു, എനിക്കെല്ലാം അറിയാം രാജപ്പണ്ണ. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അവനെ കുറെ സ്നേഹിച്ച, പക്ഷെ അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അത് കേട്ടതും രാജപ്പണ്ണൻ പറഞ്ഞു, എടാ, നീ നിന്റെ പെൺമക്കളോടൊക്കെ എന്താ ചെയ്തേ? അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അത് ശരിയാ രാജപ്പണ്ണ, അവരെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ഞാൻ എൻ്റെ മോനെ നെഞ്ചി കയറ്റി വെച്ചോണ്ടിരുന്ന, തലയിലും നെഞ്ചിലുമായിട്ട് അവസാനം എൻ്റെ നെഞ്ചത്ത് ചവിട്ടിയില്ലേ അവന്. എനിക്ക് അതിനുള്ള കൂലി കിട്ടി. ഇനിയെങ്കിലും എനിക്ക് എൻ്റെ തെറ്റ് തിരുത്തണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജപ്പണ്ണൻ പറഞ്ഞു, എത്രയൊക്കെ ആയിട്ടും നിന്റെ മോളൊന്നും ചെയ്യാനായിട്ട് അവന് പറ്റിയില്ല. അതെന്തുകൊണ്ടാ? ദൈവാനുഗ്രഹമുള്ള കുട്ടിയാടാ കല്യാണി. അതുകൊണ്ടാണ് അവളെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാനായിട്ട് നിന്റെ മോന് പറ്റാതിരുന്നേ. ആ രാഹുൽ എന്ന് പറയുന്ന ബഹാസുരനെ കാട്ടിവെച്ച് മൃഗങ്ങൾ കടിച്ചു കയറി കൊന്നില്ലേ, അതുപോലെ തന്നെ ഇവനെ തീർത്ത് കളയണം. ഇവനെ പോലുള്ള ദുഷ്ടന്മാരൊന്നും ഭൂമി ജീവിച്ചിരുന്നുകൂടാ. ഒരു കാലത്ത് ഈ പറയുന്ന കല്യാണിക്കെതിരെ നമ്മൾ നീങ്ങിയതല്ലേ, നീയും ഞാനും ഒക്കെ. എന്നിട്ട് ഒടുവിൽ എന്തായി? ഇപ്പൊ കണ്ടില്ലേ, കല്യാണിയുടെ ചെലവില്ല ഞാൻ കഴിയണേ. ശരിക്കും പറഞ്ഞാല് എന്നോട് ജോലിക്ക് ചെല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ജോലി തരാന്ന് പറഞ്ഞ് കമ്പനിയിൽ. പിന്നെ ഇപ്പോഴാണെങ്കിലോ കല്യാണി, നിനക്ക് ഞാൻ കുറച്ച് പണം തന്നായിരുന്നല്ലോ, ആ പണമൊക്കെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു. അതിൻ്റെ പലിശയൊക്കെ മതി എനിക്ക് ജീവിക്കാനായിട്ട്. ശരിക്കും അവളുടെ തണലിൽ തന്നെ ഞാൻ ജീവിക്കണമെന്ന് പറയാം. അവളെ പോലൊരു മോളുണ്ടായതാ നിന്റെ ഭാഗ്യം. അത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു, എനിക്കറിയാൻ രാജപ്പണ്ണ, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവൾ എത്രമാത്രം നല്ലവളാണ്. അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്, ഞാനും എൻ്റെ അമ്മയൊക്കെ മാറിയത്. പക്ഷെ എൻ്റെ മോൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ വിക്രം, അവൻ മാറാൻ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞു. അവന് പരോളിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും കാർത്തികയും കല്യാണി എന്തേലുമൊക്കെ ചെയ്യും. അത് പാടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജപ്പണ്ണൻ പറഞ്ഞു, നീ പേടിക്കണ്ട, എങ്ങാനും അവനെ കാണുവാണെങ്കിൽ ഞാൻ പറയാം. അവൻ എവിടെ ഉണ്ടെങ്കിലും എന്നോടൊന്ന് പറയണം. കാണുവാണെങ്കിൽ ഞാൻ പറയാടാ, നീ ധൈര്യമായിട്ടിരിക്കുക. നമുക്ക് രണ്ടുപേർക്കൂടെ അവനെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ പ്രകാശം പറഞ്ഞു, ഇനി അവൻ എന്തിനേലും മുതിർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ പെൺമക്കൾക്ക് നേരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തീർത്ത് കളയും. ഞാൻ താലോലിച്ച് ഈ കൈ കൊണ്ട് തന്നെ അവനെ ഞാൻ ഉദയക്രിയ ചെയ്യൂന്ന് പറഞ്ഞു. അത്രയ്ക്ക് പിടിവിട്ടാ ഞാൻ നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശൻ അവിടെ നിന്ന് പോകുകയാണ്. രാജപ്പണ്ണന് മനസ്സിലായി പ്രകാശൻ രണ്ടും കൽപ്പിച്ചിട്ടാന്ന്. ഇതേ സമയം കിരണിന്റെ ക്യാബിനിലേക്ക് സരിയ വരുവാണ്. സരിയ വന്നിട്ട് എന്താ കിരണെ വിളിപ്പിച്ചേ? അല്ല, ഒരുത്തം പുറത്തിറങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആ വിക്രം എന്ന് പറഞ്ഞു. വിക്രം പുറത്തിറങ്ങിയോ? അവൻ പരോളിന് ഇറങ്ങിയോ എന്ന് ചോദിച്ചു. പരോളിന് ഇറങ്ങി. അങ്ങനെയാണ്, സൂക്ഷിക്കണം കിരണെ. എപ്പോഴേ നിമിഷം എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. അവൻ കല്യാണിയെ കൊല്ലാൻ പോലും മടിക്കില്ല. അതിനു മുമ്പ് അവനെ അങ്ങോട്ട് കൊന്നേക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കിണി ചോദിച്ചു, അവനെന്തിനാ ഇപ്പൊ കൊല്ലുന്നേ? അവൻ എന്തേലും എൻ്റെ ഭാര്യയ്ക്കെതിരെ ചെയ്യുവാണെങ്കിൽ അവനെ ഞാൻ തീർത്ത് കളയും. പിന്നെ ഞാൻ അവനെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സരിയു ഒന്നും അറിയത്തില്ലാത്ത മട്ടി പറഞ്ഞു, അത് വേണം കിരണെ, അങ്ങനെ തന്നെ വേണം. സരിയുവാണ് അവനോട് വിക്രത്തോട് പോയി പറഞ്ഞത് കല്യാണി ഇല്ലാതാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ പക്ഷെ അവൾ മറച്ചു വെക്കുവാണ്. അവൾ തന്ത്രപൂർവ്വം കിരണിന്റെ മുന്നിൽ അഭിനയിക്കുവാണ്. കിരണിന് പക്ഷെ അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കിരണിന്റെ വിശ്വാസം പിടിച്ചെടുക്കുക, അതായിരുന്നു സരുവിന്റെ ലക്ഷ്യം. എങ്ങനെയെങ്കിലും കല്യാണി ഇല്ലാതാക്കിയിട്ട് കിരണിനെ സ്വന്തമാക്കണം, ആ ഒരു ചിന്ത മാത്രമായിരുന്നു ആ സമയത്തൊക്കെ സരുവിന്റെ മനസ്സിൽ. സരു പറഞ്ഞു, അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അപകടകാരിയാന്നുള്ള കാര്യം അറിയാലോ. എനിക്കറിയാം സരു, കാർത്തികൻ കല്യാണി ഇല്ലാതാക്കാനായിട്ടായിരിക്കും. കാർത്തിക പിന്നെ കാർത്തികയുടെ ഭർത്താവിന്റെ വീട്ടിലും കാർത്തികയുടെ വീട്ടിലൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ പെട്ടെന്നൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല. പിന്നെ കല്യാണി നോക്കിയും കണ്ടുമൊക്കെ ഇരിക്കുന്നത്. ഒരു കാരണവശാലും അവർക്കൊരാപത്തും വരത്തില്ല. ഇനി എങ്ങാനും അവൻ അതിനെന്തിനേലും മുതിർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് ഈ ഭൂമി ജീവനോടെ കാണത്തില്ല. അവനെ ഞാൻ മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കും. അത് കേട്ടപ്പോൾ സരി പറഞ്ഞു, അത് വേണം കിരണേ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിനക്ക് സ്വസ്ഥതയോട് സമാധാനത്തോടെ ഒരു ജീവിതം ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ജീവിതം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം, പിന്നെ നിന്നോട് ഞാനിത് പറഞ്ഞെന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സരിയു അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി അവിടെ നിന്ന് പോയിട്ടങ്ങ് പകുതി അങ്ങ് ചെന്നിട്ട് തിരിഞ്ഞു നോക്കുവാണ് കിരണിനെ.
ഉം. ഇവ എല്ലാത്തിനും പിന്നെ താനുണ്ടെന്നുള്ള കാര്യം ഇവനറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇവൻ എല്ലാ കാര്യങ്ങളും തന്നോട് പറയുന്നത്. തന്നിലൊരു വിശ്വാസവും കാര്യങ്ങളൊക്കെ ഇവനുണ്ട്. ആ വിശ്വാസം താൻ മുതലെടുക്കണം എന്നൊക്കെയൊരു ചിന്തയായിരുന്നു സരുവിന്റെ മനസ്സിൽ. ഇതേ സമയത്ത് വിക്രം ഒരു തട്ടുകടയിൽ പോയി ഫുഡ് കഴിക്കുവാണ്. പ്രകാശൻ അവിടേക്ക് വന്നു. പ്രകാശൻ വിക്രം കാണാതെ അവിടെ പമ്മി നിൽക്കുവാണ്. അവനങ്ങനെ ആഹാരം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അവിടത്തേക്ക് പോവുകയാണ് ഒരു കൂട്ടുകാരൻ്റെ ഒപ്പം. പിന്നാലെ പ്രകാശനും കൂടി. പ്രകാശൻ ചെല്ലുന്നു പുറകെ വരുന്നുണ്ടെന്നുള്ള കാര്യം അവർക്ക് അറിയണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഒരു വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ചോദിച്ചു, ഇതാരുടെയുടെ ഈ വീട്? ഇതൊരു ഡൽഹിക്കാരൻ്റെയാ. ഡൽഹിക്കാരൻ്റെയോ? അതേന്നെ. അയാൾ ഇടയ്ക്ക് വരും, വന്നിട്ട് പോകും. അയാൾ പോയി കഴിയുമ്പോൾ ഞങ്ങൾ ഈ വീട്ടിൽ കയറും. അല്ല അപ്പം അതിൻ്റെ കീയും കാര്യങ്ങളും ഡ്യൂപ്ലിക്കേറ്റ് കീ ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേന്നെ. പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്തെല്ലാം നല്ല വൃത്തിയാക്കി ഇട്ടിട്ട് പോവുള്ളൂ. അയാൾക്ക് പോലും അറിയില്ല ഞങ്ങൾ ഇവിടെ കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം. ഇവിടെ CCTVയും കാര്യങ്ങളൊന്നും ഇല്ല, തൊട്ടടുത്ത വീട്ടിലും ഇല്ല. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഞാൻ ഇവിടെ വന്ന കാര്യമൊന്നും അറിയില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ പോകുന്ന സമയത്ത് പണമൊന്നും ഇവിടെ വെച്ചിട്ട് പോകത്തില്ല എന്ന് പറഞ്ഞു. അതാ ഒരു വിഷമം. വിക്രം പറഞ്ഞു, അത് നല്ല കാര്യമല്ലേ. പണം മോഷണം പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലാവില്ലേ വീട്ടിൽ ആരെങ്കിലും കയറിയെന്ന്. അത് ശരിയാ. എടാ നീ നീ ഇവിടെ സേഫ് ആയിരിക്കും, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പോകുന്നോടം വരെ പരോള് കഴിഞ്ഞ് പോകുന്നോടം വരെ നിനക്ക് ഇവിടെ കഴിയാന്ന് പറഞ്ഞു. അത് മതി. അല്ല നീ എന്ത് ചെയ്യാൻ പോവാ? നീ ഉറക്കമില്ലേന്ന് ചോദിച്ചു. ഉറങ്ങണം, എനിക്ക് ഉറങ്ങണം. ചിലര് ഉറക്കി കിടത്തുകയും ചെയ്യണം. ആ സമയത്ത് പ്രകാശന് ബൈക്കിൽ അങ്ങോട്ടൊന്ന് അകത്തേക്ക് നോക്കുകയാണ്. വിക്രവും വിക്രത്തിന്റെ ഒരു കൂട്ടുകാരനും കൂടെ സംസാരിക്കുന്ന പ്രകാശം കണ്ടു. ഈ സമയത്ത് വിക്രം പറഞ്ഞു, എന്നെ ജയിലിലേക്ക് വിട്ടവരെയൊക്കെ എനിക്ക് തിരിച്ചു മുകളിലേക്ക് വരണം, എന്നിട്ടോ ഞാൻ അങ്ങോട്ട് പോവുള്ളൂ. കൂട്ടുകാരൻ പറഞ്ഞു, എടാ കൊലപാതകം എന്നുള്ള പേര് വീണിട്ടുണ്ടെങ്കിൽ വീഴട്രാ. അത് ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ജയിലിലേക്ക് പോകാനുള്ളതല്ലേ. ഇനിയിപ്പോൾ ഒന്നും നോക്കുന്നില്ല. എൻ്റെ ശത്രുക്കളൊക്കെ നിരപ്പാക്കിയിട്ടേ പോകത്തുള്ളൂ. എൻ്റെ പെങ്ങന്മാരെ അവരെ എനിക്ക് തീർക്കണം. എൻ്റെ അച്ഛനും അമ്മൂമ്മയും വരെ എന്നെ ഇപ്പം ശത്രുവായിട്ടാണ് കാണുന്നത്. അവരൊക്കെ എന്നെ ഉള്ളം കൈ കൊണ്ടു നടന്ന. ഇപ്പം അവർക്കൊക്കെ ഭയങ്കര മാറ്റമാണ്. പിന്നെ എനിക്കൊരു അളിയനുണ്ട്, അവനെ എനിക്ക് തീർക്കണമെന്ന് പറഞ്ഞു. എടാ അത് റിസ്ക് ആയിട്ടുള്ള കാര്യമല്ലേ. റിസ്ക് ആയിട്ടുള്ള കാര്യം. റിസ്ക് ഏറ്റെടുക്കുമ്പോഴല്ലേ അളിയ നമുക്ക് എന്തെങ്കിലും ത്രില്ലുണ്ടാകത്തുള്ളൂ. ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറയണം. പ്രകാശൻ അപ്പം ഇതെല്ലാം കണ്ടു നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പ്രകാശന് അവൻ എവിടെ താമസിക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ സ്കെച്ച് ചെയ്യണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് അവന്റെ പിന്നാലെ പോകുന്നത് തന്നെ. പിന്നീട് കാദംബരി കല്യാണിയും കൂടെ സംസാരിക്കുന്ന സമയത്ത് കല്യാണിക്ക് കഴിക്കാനുള്ള മെഡിസിനൊക്കെ കാദംബരി കൊണ്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് കല്യാണി പറഞ്ഞു, അല്ല അച്ഛൻ പുറത്തു പോയിട്ട് ഇതുവരെയായിട്ടും വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അതെ, അതാ ഞാനും ആലോചിക്കുന്നത്, എന്താ ഇതുവരെയായിട്ടും വരാത്തേന്ന്. കാദംബരി പറഞ്ഞു, ഒരുത്തൻ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ പരോളിന്, ആ വിക്രം എന്ന് പറയുന്നവന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു, അത് ശരിയാ. ഇനി അവനെ ആരെ ഉന്നം വെച്ചിരിക്കണം എന്ന് അറിയത്തില്ല. കാദംബരി പറഞ്ഞു, ശരിക്കും പറഞ്ഞാല് അവനെ അങ്ങോട്ട് കൊന്നു കളയേണ്ടതാ. അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് അമ്മയുടെ കർമ്മം ചെയ്യാൻ പോലും അവൻ വന്നില്ല. അവൻ അത്രയ്ക്ക് ദുഷ്ടനാ. കല്യാണി പറഞ്ഞു, അത് ശരിയാ. അല്ലെങ്കിലും അവൻ അങ്ങനെയൊന്നും ചെയ്തെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ കാദംബരി ചേച്ചി. അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ സങ്കടമില്ല. പിന്നെ ഇനിയിപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞാലും എനിക്ക് വിഷമമില്ല എന്ന് പറഞ്ഞു. കാദംബരി പറഞ്ഞു, അതെ അവൻ മരിക്കേണ്ടവനാ. നമ്മളെ ആരെങ്കിലും ഇല്ലാതാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അവൻ ചെയ്ത ദുഷ്ടത്തരം കാരണം എത്ര പേരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ. ഈ സമയത്താണ് പ്രകാശൻ അങ്ങോട്ടേക്ക് വരുന്നത്. പ്രകാശൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി ചോദിച്ചു, അച്ഛനിത് എവിടെ പോയേക്കുമായിരുന്നു? പുറത്തു പോയതാ അച്ഛ, സൂക്ഷിക്കണം. അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടാ വിക്രം, അവൻ പരോളിന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രകാശൻ പറഞ്ഞു, എനിക്കറിയാം മോളെ, ഞാൻ മോളോട് പറഞ്ഞല്ലേ, ഇതേ മോളും കിരണും വേണം ഏറ്റവും കൂടുതൽ സൂക്ഷിക്കാൻ. നിങ്ങളോടായിരിക്കും ശത്രുത കൂടുതലുണ്ടായിരിക്കുന്നേ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും വേണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു, എനിക്ക് പേടിയൊന്നും ഇല്ല അച്ഛാന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കണ്ടേ. ഒരു കാലത്ത് അവനെ ഞാൻ നെഞ്ചിലേറ്റി നടന്ന, അവനിപ്പം എനിക്കിട്ട് തന്നെ പണി തരാനായിട്ട് ഇരിക്കുക. കാദംബരി പറഞ്ഞു, അത് ശരിയാ. അച്ഛന് തലയെ കയറ്റി വെച്ചുകൊണ്ട് നടന്നതല്ലേ. ഒടുവിൽ എന്തായി? അച്ഛനും അമ്മൂമ്മയും വരെ മാറി, പക്ഷെ അവനിലൊരു മാറ്റം ഉണ്ടായില്ലല്ലോ. പ്രകാശൻ പറഞ്ഞു, ഞാൻ അമ്മയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അമ്മ പറഞ്ഞ എന്താണെന്നറിയാവോ? അവനെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്കാൻ ഇരു ചെവി അറിയില്ലാതെ. അത്രയെങ്കിലും ഒരു നല്ല കാര്യം നിനക്ക് ചെയ്യാൻ പറ്റുകൂടാന്ന്. എൻ്റെ അമ്മ അത്രയധികം അവനെ സ്നേഹിച്ച, പക്ഷെ അങ്ങനെ എൻ്റെ അമ്മ പറയണമെങ്കിൽ അത്രയധികം അവനെ ഇപ്പം എൻ്റെ അമ്മ വെറുക്കുന്നുണ്ട്. അതുകൊണ്ടാണ്, അവൻ്റെ സ്വഭാവം മനസ്സിലായതുകൊണ്ടാണ്. ഈ സമയത്ത് കല്യാണി വെച്ചു, അവനെങ്ങാനും അച്ഛൻ കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല മോളെന്ന് പറഞ്ഞു. കണ്ടിട്ടും പ്രകാശൻ കണ്ടില്ലെന്നാ പറയണേ. ഒരു കാരണവശാലും പ്രകാശന് താൻ അവനെ കണ്ടെന്നുള്ള കാര്യം പറയില്ലെന്ന് തീരുമാനിച്ചു. കാരണം തനിക്ക് ചെയ്യേണ്ടതായ ചില കർമ്മങ്ങളൊക്കെ ഉണ്ട്, അത് ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെ ചില ലക്ഷ്യങ്ങളോടുകൂട്ടാണ് പ്രകാശം മുറിയിലേക്ക് കയറി പോകുന്നത്. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സരുവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. പരിചയമില്ലാത്ത നമ്പർ കണ്ടപ്പോൾ സരു ഓർത്ത് ആരായിരിക്കും എന്ന് ഓർത്തു. കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം.
നീ എന്താടാ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ള എന്നെ വിളിക്കില്ലെന്ന്. സരയു, ഇത് വേറെ നമ്പറിൽ നിന്നാ. ഏത് നമ്പറാണെങ്കിലും എടി, ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ നമ്പരാ. എനിക്ക് 6-7 ഫോണും സിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ ഇപ്പം വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി സൈസ് ഞാനും കൂടെ ഊരി വെക്കും ഫോണിന്റെ. അതുകൊണ്ട് കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല. നീ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. സരിയ പറഞ്ഞു, എന്നാലും നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? നിന്റെ അച്ഛനെ കൊന്നവനല്ലേ കിരണ്, പിന്നെ അതുപോലെ തന്നെ കല്യാണി, ഇവരൊക്കെ നിന്റെ ശത്രുക്കളല്ലേ? അവരെയൊക്കെ ഞാൻ തീർത്തരാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സരിയ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ വിക്രം, കിരണിനെ ഒന്നും ചെയ്യണ്ട. എടി, നിന്റെ അച്ഛനെ കൊന്നവനോട് നിനക്ക് പ്രതികാരം ചെയ്യണ്ടേ? പ്രതികാരം ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ കല്യാണിയെ നീ തീർക്കണം. പിന്നീട് അവനെ ഞാൻ സ്വന്തമാക്കും. അങ്ങനെയാണ് ഞാൻ അവനോട് പ്രതികാരം ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ പറയൊരു പ്രതികാരം വേറെ ഉണ്ടാടാന്ന് ചോദിച്ചു. അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട. നീ ധൈര്യമായിട്ട് നിന്റെ കൃത്യമാകും നിർവഹിച്ചോളാൻ പറഞ്ഞു. ഇത് കേട്ട് ഞാൻ വിക്രം പറഞ്ഞു, നിന്റെ അച്ഛനെ പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛൻ കടാരമായിട്ടാ പോയത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നേ. അതിനേക്കാളും മൂർച്ച കൂടി ആയുധമായിട്ട് പോകണം. ഞാൻ തോക്കുമായിട്ടാ പോകാൻ പോന്നെ അവളെ തീർക്കാനായിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനു മുമ്പ് നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ആ കല്യാണിയെ നീ കൂട്ടിക്കൊണ്ട് വരണം ഞാൻ പറയുന്നിടത്തേക്ക്. അത് കേട്ടപ്പോൾ സരയ പറഞ്ഞു, അല്ല അതിച്ചിരി റിസ്ക് ഉള്ള കാര്യമാണ്. അപകടം പറ്റിയതിന് ശേഷം അവൾ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ട് സാധിക്കും സരയോ. നീ എങ്ങനെയെങ്കിലും കൊണ്ടുവരണമെന്ന് പറഞ്ഞു. സരയ പറഞ്ഞു, ശരി, ഞാൻ ശ്രമിക്കാം. ഞാൻ ഇനി അവളുടെ കാണാനായിട്ടാണ് പോകുന്നത്. അവളെ പോയി ഞാൻ കൂട്ടിക്കൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞു. ഫോൺ വിളിച്ച് സരയു പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ താര നിൽക്കുന്നുണ്ട്. ഒരു നിമിഷം സരയു ഞെട്ടിപ്പോയി. സരയു പെട്ടെന്ന് ചോദിച്ചു, നിങ്ങൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും കേട്ടോന്ന് ചോദിച്ചു. ഒന്നും കേട്ടില്ല മോളെ, സത്യം പറ. ഇല്ലാന്ന് പറഞ്ഞു. അല്ല, കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാനാ ഭാവമെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല. അറിയാലോ, എന്റെ സ്വഭാവം നന്നായിട്ട് അറിയില്ലോ. നിങ്ങൾക്ക് പിന്നെ ഒരു സമാധാനം ഉണ്ടാകത്തില്ല. നിങ്ങളെ പിന്നെ ഞാൻ അമ്മയായിട്ട് അംഗീകരിക്കാനും പോകുന്നില്ല. ഇത്രയും നാൾ നിങ്ങൾ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞത് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ. പക്ഷേങ്കിൽ എങ്ങാനും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരുടെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും താര ചോദിച്ചു, മോൾ ആരെയെ വിളിച്ചെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആരെയോ വിളിച്ച് സംസാരിക്കുമെന്ന് മനസ്സിലായി. അല്ല, അബദ്ധമായിട്ട് എന്തൊക്കെയോ പറയുന്നത് കേട്ടു. അപ്പം നിങ്ങളൊന്നും കേട്ടിട്ടില്ല അല്ലേ? ഇല്ലാന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിലുണ്ടല്ലോ എങ്ങാനും ഇനി കേട്ടിട്ട് ആരോടെങ്കിലും പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കല്യാണി ഹോസ്പിറ്റലായി കഴിഞ്ഞ സമയത്ത് ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു ഓരോ ദിവസം അവൾ മരിക്കണേന്ന്. പക്ഷെ അവൾ മരിച്ചില്ല, വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വന്നു. ഇനി അവൾ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്കൊരു സമാധാനം ആവത്തുള്ളൂ. അതും പറഞ്ഞിട്ട് സരയോ അകത്തേക്ക് അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേനും താര എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.